അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് സെറ്റാക്കി വരുന്നുണ്ടാവും. കൂട്ടത്തിൽ അതിനേക്കാൾ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പൊ ഞാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് മാത്രം അങ്ങ് പറഞ്ഞിട്ട് പോവാം. നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചേക്കണേ. അതിൻ്റെ അകത്തുനിന്ന് സയന്റിസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതായത് കുറെ എക്സ്പെരിമെന്റ്സ്, കുറെ കാര്യങ്ങളുണ്ട്. അത് സയന്റിസ്റ്റിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കലാണ് ബുദ്ധി. അതേപോലെ എക്സ്പാൻഷൻസ് ചോദിക്കാം. VNTR, UTR, BAC, YAC ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സ്പാൻഷൻ ചോദ്യമായിട്ട് വരാം. DNA സ്ട്രക്ചർ, DNA RNA തമ്മിലുള്ള ഡിഫറൻസ്, അതേപോലെ DNA എത്തിയ എക്സ്പെരിമെന്റ്സിന്റെ ഒരു ചോദ്യം ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റോ അല്ലെങ്കിൽ ഹെർഷേൻ ചേസ് എക്സ്പെരിമെന്റോ അല്ലെങ്കിൽ മെസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ്. ഇതിനാണ്, ഈ പറഞ്ഞ എക്സ്പെരിമെന്റ്സിനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. പിന്നെ ഉള്ളത് സെൻട്രൽ ഡോഗ്മ. സെൻട്രൽ ഡോഗ്മ എന്ന് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഒക്കെ സ്ഥിരമാണ്. ക്യാപ്പിംഗ്, ടെയിലിംഗ്, സ്പ്ലൈസിങ് ഇതൊന്നും പഠിക്കാതെ പോയേക്കരുത്. പിന്നെ ജനറ്റിക് കോഡിന്റെ സാലിയൻ ഫീച്ചേഴ്സ്, പിന്നെ നമ്മുടെ ലാക്ക് ഓപ്പറൺ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുള്ള സംഭവമാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അതിൻ്റെ അതൊക്കെ ചോദിക്കാറുള്ളത്. ആരാണ് ഇൻഡ്യൂസർ എന്നൊക്കെയാണ് ചോദിക്കുക, അല്ലെങ്കിൽ ഓരോ ജീന്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെയാണ് ചോദിക്കുക. അതൊന്നും കളഞ്ഞിങ്ങോട്ട് വന്നേക്കരുത്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ ജീനോമിന്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്താണ് എന്നൊക്കെയുള്ള ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ DNA ഫിംഗർ പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ സ്റ്റെപ്പുകൾ ചോദിക്കാറുണ്ട്, സയന്റിസ്റ്റിനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി പോയാൽ എളുപ്പത്തിൽ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ മാർക്ക് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നങ്ങ് ഇരിക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് എളുപ്പത്തിൽ അങ്ങനെ മാർക്ക് വാങ്ങാമെന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ട് സെറ്റാക്കുക. അപ്പൊ ബെസ്റ്റ് വിഷസ്.